ഓക്കെ, അപ്പോൾ നമുക്ക് തിയറം 3.16. അപ്പോൾ അതിലെ ആദ്യത്തെ 4 പാർട്ടാണ് നമ്മൾ പഠിച്ചിരുന്നത്, എ ബി സി ആൻഡ് ഡി. നമുക്ക് അതിലെ പാർട്ട് ഇ എഫ് ആൻഡ് ജി എന്നിവയാണ് തുടർന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നോക്കാം. എഫ് ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2 ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് D2. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു പ്രത്യേകത നോട്ട് ചെയ്യാൻ സാധിക്കും. ഈ ആദ്യത്തെ 4 ഭാഗത്തും സബ്സെറ്റ് എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇമേജസ് എല്ലാം തന്നെ സബ്സെറ്റ് എന്നുള്ള ഫോമിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ പ്രീ ഇമേജ് ആണ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഇമേജ് ആണ്. D1 ഇൻ്റർസെക്ഷൻ D2വിൻ്റെ ഇൻവേഴ്സ് ഇമേജ് കാണുമ്പോൾ അവിടെ സബ്സെറ്റ് എന്നുള്ളത് മാറി ഏതിലേക്ക് വന്നു? ഈക്വൽ സൈഡിലേക്ക് വന്നു. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2 എന്നുള്ളത് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് D2. അതേപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് D1 യൂണിയൻ D2 കണ്ടു കഴിഞ്ഞാൽ അത് എഫ് ഇൻവേഴ്സ് ഓഫ് D1 യൂണിയൻ എഫ് ഇൻവേഴ്സ് ഓഫ് D2 ആയിട്ട് മാറും. ദെൻ എഫ് ഇൻവേഴ്സ് ഓഫ് B by D, എഫ് ഇൻവേഴ്സ് ഓഫ് B by D is equal to A by F inverse of D. F inverse of B by D is equal to A by F inverse of D. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രൂവ് ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എഫ് ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയാണ് ഈക്വാലിറ്റി പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം A ഈക്വൽ ടു B എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ A സബ്സെറ്റ് ഓഫ് B ആൻഡ് B സബ്സെറ്റ് ഓഫ് A, ഇത് രണ്ടും പ്രൂവ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ലെങ്ത് കൂടുതലാണ് ഈ പോർഷനിൽ. 2 ഭാഗങ്ങളും നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2 സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് D2 എന്നാണ് ആദ്യമായിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കാം അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ പിക്ചറിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. പിക്ചറിനകത്ത് തന്നെ കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇതാ ഇവിടെ D1 D2. D1 എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ്സെറ്റാണ്. D2 എന്ന് പറയുന്നത് ബിയുടെ മറ്റൊരു സബ്സെറ്റാണ്. ആ ഡിയുടെ ഇൻവേഴ്സ് ഇമേജ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് D1. അതേപോലെ D1ൻ്റെ ഇൻവേഴ്സ് ഇമേജ്, D2വിൻ്റെ ഇൻവേഴ്സ് ഇമേജിനെയാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? എഫ് ഇൻവേഴ്സ് ഓഫ് D2 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് D1 അവിടെ ഉണ്ട്, എഫ് ഇൻവേഴ്സ് ഓഫ് D2 ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? D1 ഇൻ്റർസെക്ഷൻ D2വിൻ്റെ ഇൻവേഴ്സ് ഇമേജ് കണ്ടു കഴിഞ്ഞാൽ അത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. എഫ് ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് D2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻവേഴ്സ് ഇമേജിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇൻവേഴ്സ് ഇമേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ പ്രത്യേകത മനസ്സിലാക്കുക. എയിൽ നിന്നും ബിയിലേക്കുള്ള ഫംഗ്ഷനാണുള്ളത്. എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. ഇനി ഇവിടെ D1 എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റാണ്. ഡിയുടെ തന്നെ മറ്റൊരു സബ്സെറ്റാണ് ആര്? D2. D2 എന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റൊരു സബ്സെറ്റാണ്. D1ഉം D2ഉം. ഇനി D1ൻ്റെ ഇൻവേഴ്സ് ഇമേജ്, D1ൻ്റെ എലമെൻറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജിനെ വിളിക്കുന്ന പേരാണ് എഫ് ഇൻവേഴ്സ് ഓഫ് D1. അതേപോലെ D2വിലെ എലമെൻറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജിനെ വിളിക്കുന്ന പേരാണ് എഫ് ഇൻവേഴ്സ് ഓഫ് D2. എഫ് ഇൻവേഴ്സ് ഓഫ് D2. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് D1ഉം D2ഉം കൂടി ഇൻ്റർസെക്ഷൻ എടുക്കുക. D1 ഇൻ്റർസെക്ഷൻ D2. ഇപ്പോൾ ഞാൻ തൽക്കാലം D2വിനെ ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് D1. ഓക്കെ, ഞാൻ ഒരു ചെറിയ രീതിയിൽ മാറ്റം വരുത്താം. ഇതാണ് D1, ഇതാണ് D2. അപ്പോൾ D1 ഇൻ്റർസെക്ഷൻ D2 എന്ന് പറഞ്ഞ ഭാഗം ഇതാണ്. D1 ഇൻ്റർസെക്ഷൻ D2. അപ്പോൾ D1 ഇൻ്റർസെക്ഷൻ D2വിൻ്റെ ഇൻവേഴ്സ് ഇമേജ് കാണുക. എഫ് ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2 കാണുക. അതേപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് D2 കാണുക. അപ്പോൾ ഇവിടെ ഞാൻ അത് അങ്ങനെ ആ രീതിയിലൊന്ന് വരയ്ക്കുകയാണ്. ഇതാണ് എഫ് ഇൻവേഴ്സ് ഓഫ് D1, ഇതാണ് എഫ് ഇൻവേഴ്സ് ഓഫ് D2. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ ഭാഗം എഫ് ഇൻവേഴ്സ് ഓഫ് D1ൻ്റെയും എഫ് ഇൻവേഴ്സ് ഓഫ് D2വിൻ്റെയും ഇൻ്റർസെക്ഷനാണ്. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് D2 എന്ന് പറയുന്നതാണ് ഇത്. ഇതോ D1 ഇൻ്റർസെക്ഷൻ D2 എടുക്കുന്നു. ആ D1 ഇൻ്റർസെക്ഷൻ D2വിൻ്റെ ഇൻവേഴ്സ് ഇമേജ് കാണുന്നു. ഇൻവേഴ്സ് ഇമേജ് കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന സെറ്റ് എന്ന് പറയുന്നത് ആരാണെന്ന് പ്രൂവ് ചെയ്യണം? എഫ് ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് D2 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ നമ്മൾ പഠിച്ചതിനകത്താണെങ്കിൽ
എയുടെ സബ്സെറ്റുകളായിട്ടാണ് C1 C2 എടുത്ത് അതിൻ്റെ ഇമേജസ് ആണ് കണ്ടത്. ഇവിടെ അങ്ങനെയല്ല, കോഡൊമൈൻ്റെ സബ്സെറ്റായിട്ട് D1 D2 എടുത്തിട്ട് ആ D1 ആൻഡ് D2വിൻ്റെയും പ്രീ ഇമേജസ് കണ്ടുപിടിച്ചു. അതാണ് F ഇൻവേഴ്സ് ഓഫ് D1ഉം F ഇൻവേഴ്സ് ഓഫ് D2ഉം. എന്നിട്ട് D1 ഇൻ്റർസെക്ഷൻ D2 കാണുന്നു, ആ കിട്ടുന്ന സെറ്റിൻ്റെ പ്രീ ഇമേജ് കാണുന്നു. അതാണ് F ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2. ഇനി D1ൻ്റെ ഇൻവേഴ്സ് ഇമേജ് F ഇൻവേഴ്സ് ഓഫ് D1 ആണ്, D2വിൻ്റെ ഇൻവേഴ്സ് ഇമേജ് F ഇൻവേഴ്സ് ഓഫ് D2 ആണ്. അത് രണ്ടും കൂടി ഇൻ്റർസെക്ഷൻ എടുക്കുന്നു. ഈ കിട്ടുന്ന രണ്ട് സെറ്റുകളും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ആദ്യമായിട്ട് എക്സ് എലമെൻറ്റ് ഓഫ് F ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2 എന്ന് എടുക്കാൻ പോകണം. എക്സ് എലമെൻറ്റ് ഓഫ് F ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2. അപ്പോൾ എക്സ് ഇൻവേഴ്സ് ഇമേജിലുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇൻവേഴ്സ് ഇമേജിൽ ഒരു എലമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ അർത്ഥം D1 ഇൻ്റർസെക്ഷൻ D2വിൻ്റെ പ്രീ ഇമേജ് ആണ് D1 ഇൻ്റർസെക്ഷൻ D2 എന്ന് പറയുന്ന D1 ഇൻ്റർസെക്ഷൻ D2 എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റുകളുടെ പ്രീ ഇമേജസ് ആണ് അടങ്ങുന്ന സെറ്റിനെയാണ് നമ്മൾ F ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2 എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് D1 ഇൻ്റർസെക്ഷൻ D2വിലെ ഒരു എലമെൻറ്റിൻ്റെ എന്താണ്? പ്രീ ഇമേജ് ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? D1 ഇൻ്റർസെക്ഷൻ D2വിലെ എലമെൻറ്റിൻ്റെ പ്രീ ഇമേജ് ആണ് എക്സ് എന്ന് പറഞ്ഞ അർത്ഥം ആ എക്സിൻ്റെ ഇമേജ് ഇവിടെ വരും, D1 ഇൻ്റർസെക്ഷൻ D2വിൽ വരും. മനസ്സിലാക്കുക, D1 ഇൻ്റർസെക്ഷൻ D2വിൻ്റെ ഒരു പ്രീ ഇമേജ് ആണ് എക്സ്, അല്ലെ? F ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2 ആണ് എക്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? D1 ഇൻ്റർസെക്ഷൻ D2വിൻ്റെ പ്രീ ഇമേജസ് അടങ്ങുന്ന സെറ്റിലെ ഒരു എലമെൻ്റ് ആണ് എക്സ്. അല്ലെങ്കിൽ എന്ത് പറയാം? D1 ഇൻ്റർസെക്ഷൻ D2വിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ പ്രീ ഇമേജ് ആയിരിക്കും എക്സ്. അപ്പോൾ തീർച്ചയായിട്ടും ആ എക്സിൻ്റെ ഇമേജ് എവിടെ ഉണ്ടായിരിക്കും? D1 ഇൻ്റർസെക്ഷൻ D2വിൽ ഉണ്ടായിരിക്കും. അതാണ് F ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2 എന്ന് പറയുന്നത്. അപ്പോൾ F ഓഫ് എക്സിൻ്റെ പ്രത്യേകത എന്താ? F ഓഫ് എക്സ് D1ലും ഉണ്ട് D2വിലും ഉണ്ട്, വിച്ച് ഇംപ്ലൈസ് F ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് D1 ആൻഡ് F ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് D2. അപ്പോൾ F ഓഫ് എക്സ് D1ലും D2വിലും ഉണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇമേജ് D1ൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എലമെൻറ്റ് പ്രീ ഇമേജിൽ ഉണ്ടാകും, അല്ലേ? F ഓഫ് എക്സ് D1 എന്ന് പറയുന്ന സെറ്റിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എക്സിൻ്റെ ഇമേജാണ് D1ലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എക്സ് ഡിയുടെ ഇവിടെ വരും? പ്രീ ഇമേജിൽ വരും. അതായത് F ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് D1 എന്ന് പറഞ്ഞ അർത്ഥം എക്സ് എലമെൻറ്റ് ഓഫ് F ഇൻവേഴ്സ് ഓഫ് D1 ആയിരിക്കും. അതേപോലെ F of x element of D2 means x element of F inverse of D2. So what about x? X belongs to F inverse of D1 and x element of F inverse of D2. So what is the conclusion? X element of F inverse of D1 intersection F inverse of D2. അപ്പോൾ തുടക്കത്തിൽ എക്സ് എലമെൻറ്റ് ഓഫ് F ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2 എന്നായിരുന്നു. ഇപ്പോൾ എക്സ് എലമെൻറ്റ് ഓഫ് എങ്ങനെ വന്നു? F ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ F ഇൻവേഴ്സ് ഓഫ് D2 എന്ന് വന്നു. അതായത് ഇതിനെ നമുക്ക് എ എന്നും ഇതിനെ ഈ സെറ്റിനെ ബി എന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് എലമെൻറ്റ് ഓഫ് എ ഇംപ്ലൈസ് എക്സ് എലമെൻറ്റ് ഓഫ് ബി എന്ന് കിട്ടി. അതായത് എ സബ്സെറ്റ് ഓഫ് ബി ആയിട്ട് മാറി. ഇനി നമുക്ക് തിരിച്ച് പ്രൂവ് ചെയ്യണം. അതായത് ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പ്രൂവ് ചെയ്യണം. ബി സബ്സെറ്റ് ഓഫ് എ എന്നൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൂഫ് കംപ്ലീറ്റ് ആകും. നോക്കാം എങ്ങനെയാണ് ബി സബ്സെറ്റ് ഓഫ് എ എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കുന്നു. ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് റൈറ്റ് സൈഡ് പാർട്ട്, ദാറ്റ് ഈസ് എക്സ് എലമെൻറ്റ് ഓഫ് F ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ F ഇൻവേഴ്സ് ഓഫ് D2. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷനിലാണ്. സെറ്റുകൾ F ഇൻവേഴ്സ് ഓഫ് D1ഉം F ഇൻവേഴ്സ് ഓഫ് D2 ആണ്. അപ്പോൾ ഇൻ്റർസെക്ഷനിൽ ഒരു എലമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആ എലമെൻറ്റ് രണ്ടിലും ഉണ്ട്, വിച്ച് ഇംപ്ലൈസ് എക്സ് എലമെൻറ്റ് ഓഫ് F ഇൻവേഴ്സ് ഓഫ് D1 ആൻഡ് എക്സ് എലമെൻറ്റ് ഓഫ് F ഇൻവേഴ്സ് ഓഫ് D2. ഇനി എക്സ് ഇൻവേഴ്സ് ഇമേജിലുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം ഇമേജ് എവിടെയുണ്ട്? D1ലുണ്ട്. സരി, F ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് D1. അതേപോലെ എക്സ് D2വിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ആണ്. D2വിൻ്റെ ഒരു ഇൻവേഴ്സ് ഇമേജ് ആണ് എക്സ് എന്ന് പറഞ്ഞ അർത്ഥം F ഓഫ് എക്സ് എവിടെയുള്ളതാണ്? D2വിലുള്ളതാണ്. അപ്പോൾ F ഓഫ് എക്സിൻ്റെ പ്രത്യേകത D1ലും ഉണ്ട് D2വിലും ഉണ്ട്, വിച്ച് മീൻസ് F ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2. അപ്പോൾ ഇമേജ് D1 ഇൻ്റർസെക്ഷൻ D2വിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ് എവിടെ ഉണ്ടാകും? ആ D1 ഇൻ്റർസെക്ഷൻ D2വിൻ്റെ പ്രീ ഇമേജ് ഉണ്ടാകും. ദാറ്റ് ഈസ് എക്സ് എലമെൻറ്റ് ഓഫ് F ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് F ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2വിലെ F ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ F ഇൻവേഴ്സ് ഓഫ് D2വിലെ എലമെൻ്റ് ആണ് എക്സ് എന്ന് എടുത്തു. അവസാനം ആ എക്സ് ഇവിടെ വന്നു
എഫ് ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2 വന്നു. സോ വാട്ട്സ് എ കൺക്ലൂഷൻ? എഫ് ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് D2 എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താണ് സബ്സെറ്റാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. അപ്പോൾ ആദ്യം പറഞ്ഞതിനെ നമുക്ക് 1 എന്ന് വിളിക്കാം. ആദ്യം പറഞ്ഞ കണ്ടീഷൻ 1 ആണ്, ഇപ്പോൾ കിട്ടിയത് കണ്ടീഷൻ 2 ആണ്. അപ്പോൾ 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രൂഫ് അവിടെ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ കമ്പൈനിങ് ദീസ് ടു വി ഗെറ്റ് അവർ പ്രൂഫ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൂഫ്? പാർട്ട് സിയുടെ പ്രൂഫ് അപ്പോൾ എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് D2 ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് D1 ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് D2 എന്ന് കിട്ടി. ഇനി അടുത്ത പാർട്ട് പ്രൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇൻ്റർസെക്ഷൻ മാറ്റി യൂണിയനാക്കി മാറ്റുക. അതേപോലെ ഇൻ്റർസെക്ഷനകത്ത് നമ്മൾ എല്ലായിടത്തും ആൻഡ് ഉപയോഗിച്ചു, യൂണിയനകത്ത് എല്ലാം ഓർ ഉപയോഗിക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പാർട്ട് സി ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് ഡി ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ എൻ്റെ അർത്ഥം എന്താ? D1 യൂണിയൻ D2ൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്ന് പറയുന്നത് D1ൻ്റെ ഇൻവേഴ്സ് ഇമേജും D2ൻ്റെ ഇൻവേഴ്സ് ഇമേജും കൂടെ ചേരുന്നതാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് D1 യൂണിയൻ D2ൻ്റെ ഇൻവേഴ്സ് ഇമേജ്. അപ്പോൾ D1 യൂണിയൻ D2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇതാണല്ലോ D1, ഇതാണ് D1, ഇതാണ് D2. D1 യൂണിയൻ D2 എന്ന് പറയുമ്പോൾ ഇത് മൊത്തം വരും. ഇതാണ് D1 യൂണിയൻ D2. ആ D1 യൂണിയൻ D2ൻ്റെ ഇൻവേഴ്സ് ഇമേജ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതാണ്, ഇത്രയുമാണ് എഫ് ഇൻവേഴ്സ് ഓഫ് D1, ഇത്രയുമാണ് എഫ് ഇൻവേഴ്സ് ഓഫ് D2. രണ്ടും കൂടെ ചേരുക. എഫ് ഇൻവേഴ്സ് ഓഫ് D1 എഫ് ഇൻവേഴ്സ് ഓഫ് D2 കൂടെ ചേരുമ്പോൾ കിട്ടുന്ന സെറ്റാണ് ഇത്. അപ്പം അർത്ഥം എന്താ? D1 യൂണിയൻ D2ൻ്റെ ഇൻവേഴ്സ് ഇമേജ് ആയിട്ട് വരുന്ന സെറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻവേഴ്സ് ഇമേജ്. D1 യൂണിയൻ D2ൻ്റെ ഇൻവേഴ്സ് ഇമേജ് ആണ് എഫ് ഇൻവേഴ്സ് ഓഫ് D1 യൂണിയൻ D2. അങ്ങനെ എടുക്കുന്ന സെറ്റ് ഇൻവേഴ്സ് ഇമേജ് കണ്ടു കഴിഞ്ഞപ്പോൾ ആ സെറ്റ് ഇതായിട്ട് മാറി. ഇതെന്ന് പറഞ്ഞാൽ ആരാ? എഫ് ഇൻവേഴ്സ് ഓഫ് D1 യൂണിയൻ എഫ് ഇൻവേഴ്സ് ഓഫ് D2 ആയിട്ട് മാറി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ D1 യൂണിയൻ D2ലെ എലമെൻറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്ന സെറ്റിനെ നമ്മൾ എഫ് ഇൻവേഴ്സ് ഓഫ് D1 യൂണിയൻ D2 എന്ന് പറയുന്നു. ആ സെറ്റ് ആർക്ക് ഈക്വൽ ആയിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് D1ഉം എഫ് ഇൻവേഴ്സ് ഓഫ് D2ഉം കൂടെ യൂണിയൻ എടുത്ത് കിട്ടുന്ന സെറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. D1 യൂണിയൻ D2ലെ എലമെൻറ്റുകളുടെ പ്രീമേഴ്സ് കാണാൻ എന്ത് കണ്ടാൽ മതി? D1ൻ്റെ പ്രീമേഴ്സും D2ൻ്റെ പ്രീമേഴ്സും കൂടെ ചേർത്താൽ മതി. അതാണ് മീനിങ്. അപ്പോൾ ഓർത്തിരിക്കുക, D1 യൂണിയൻ D2ലെ എലമെൻറ്റുകളുടെ പ്രീമേഴ്സ്, അതാണ് എഫ് ഇൻവേഴ്സ് ഓഫ് D1 യൂണിയൻ D2. അത് കാണുന്നതിന് D1ൻ്റെ പ്രീമേഴ്സ്, അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് D1, D2ൻ്റെ പ്രീമേജസ് എഫ് ഇൻവേഴ്സ് ഓഫ് D2, ഇത് രണ്ടിനെയും കൂടെ ചേർക്കുക. രണ്ടും കൂടെ ചേർക്കുക എന്ന് പറഞ്ഞാൽ രണ്ടിനെയും കൂടെ യൂണിയൻ എടുത്താൽ മതിയാവും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലാക്കണം, എഫ് ഇൻവേഴ്സിലെ എലമെൻ്റാണ് നമുക്ക് എടുക്കേണ്ടത്. എപ്പോഴും നേരത്തെ നമ്മൾ എടുത്തേക്കുന്നത് പോലെ തന്നെ ഇവിടെ തുടങ്ങാം. എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് D1 യൂണിയൻ D2 വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് D1 യൂണിയൻ D2. അപ്പോൾ യൂണിയനകത്തൊരു എലമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താ? അത് ഒന്നുകിൽ D1ൽ കാണും അല്ലെങ്കിൽ D2ൽ കാണും. വിച്ച് മീൻസ് എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് D1 ഓർ എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് D2. Now f of x element of D1 means x element of f inverse of D1 or x element of f inverse of D2. അപ്പോൾ എക്സിൻ്റെ പ്രത്യേകത എന്താ? എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് D1ലും ഉണ്ട്, എഫ് ഇൻവേഴ്സ് ഓഫ് D1ലോ അല്ലെങ്കിൽ എക്സ് ഇൻവേഴ്സ് ഓഫ് D2ലോ ഉണ്ടാകാം. അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയും അത് യൂണിയനകത്തുണ്ടെന്ന് പറയും. സോ എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് D1 യൂണിയൻ എഫ് ഇൻവേഴ്സ് ഓഫ് D2. നമ്മൾ തുടങ്ങിയത് എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് D1 യൂണിയൻ D2 എന്ന് തുടങ്ങി അവസാനം എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് D1 യൂണിയൻ എഫ് ഇൻവേഴ്സ് ഓഫ് D2 എന്ന് കിട്ടി. So what's the conclusion? F inverse of D1 union D2 is a subset of F inverse of D1 union F inverse of D2. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഈ രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് പാർട്ട് എന്താണ്? റൈറ്റ് സൈഡ് എടുക്കും. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് D1 യൂണിയൻ എഫ് ഇൻവേഴ്സ് ഓഫ് D2ലെ എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു.
That is x element of f inverse of d1 union f inverse of d2, which implies x ഏതെങ്കിലും ഒന്നിലുണ്ടാകും. That is x element of f inverse of d1 or x element of f inverse of d2, which implies f of x element of d1 or f of x element of d2. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ പ്രത്യേകത d1 ഉണ്ടാകാം അല്ലെങ്കിൽ d2 ഉണ്ടാകാം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് d1 യൂണിയൻ d2. ഇമേജ് d1 യൂണിയൻ d2 ഉണ്ടെങ്കിൽ ആ എലമെൻറ്റ് ഇവിടെ ഉണ്ടാകും, ഇൻവേഴ്സിലുണ്ടാകും. അതാണ് എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് d1 യൂണിയൻ d2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യം എന്താ? ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യം ഇതിനകത്തുള്ള എല്ലാവരും ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായി കൺക്ലൂഷൻ എന്താ? ദാറ്റ് ഈസ് അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നേക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അതായത് ഇങ്ങനെയല്ല. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് എഴുതിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇതല്ല. ദാറ്റ് ഈസ് ആരാരുടെ സബ്സെറ്റായി? ഇതിൻ്റെ സബ്സെറ്റായി മാറി എന്നാണ് വേണ്ടത്. ദാറ്റ് ഈസ് എങ്ങനെ പറയാം? എഫ് ഇൻവേഴ്സ് ഓഫ് d1 യൂണിയൻ എഫ് ഇൻവേഴ്സ് ഓഫ് d2. ഇത് സബ്സെറ്റ് ഓഫ് ദിസ് വൺ, സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് d1 യൂണിയൻ d2. ഇങ്ങനെയാണ് വേണ്ടത്. ഇതാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് വെട്ടുക, ഇത് വെട്ടിയിട്ട് ഇത് എഴുതുക. അതാണ് ഇക്വേഷൻ 2. ഇപ്പോൾ ഇക്വേഷൻ 1 ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇക്വേഷൻ 2 ഇത് വരും. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എന്താവും? എഫ് ഇൻവേഴ്സ് ഓഫ് d1 യൂണിയൻ d2 ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് d1 യൂണിയൻ എഫ് ഇൻവേഴ്സ് ഓഫ് d2 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൂഫിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്രയാണ് അവിടെ അറിയാനുള്ളത്. പ്രൂഫ് ഇത്രയാണുള്ളത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് ഇനിയുമുള്ളത് ലാസ്റ്റ് പാർട്ട് മാത്രമാണ്. ഈ പാർട്ട് മാത്രമാണ് അവിടെ ഉള്ളത്. It's very very important results. These are all important results. So you have to study well. Then what about last part? Part E. Part E is f inverse of b by d is equal to a by f inverse of d. F inverse of b by d is equal to a by f inverse of d എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. f inverse of b by d. അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എഫ് ബി ബൈ ഡി. അപ്പോൾ ഞാനത് അവിടെ കൊടുത്തതല്ലാതെ ഒന്ന് മാറ്റി വരച്ച് കാണിക്കാം. എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡി എന്താണെന്നുള്ളത് കാണാം. സോ എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി. എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി. ഇനി ബിയുടെ ഒരു സബ്സെറ്റാണ് ആര്? ഡി. ഇനി ബി ബൈ ഡി. ബി ബൈ ഡി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു മീനിങ് തന്നെയാണ്. നിങ്ങൾ +1 പഠിച്ചിരിക്കുന്നത് ബി ബൈ ഡിക്ക് മറ്റൊരു പേരാണ് ബി മൈനസ് ഡി. അപ്പോൾ ബി മൈനസ് ഡി അല്ലെങ്കിൽ ബി ബൈ ഡി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ബിയിൽ നിന്നും ആരെ ഒഴിവാക്കുക? ഡിയെ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഡിയുടെ വെളിയിലുള്ള ബിയുടെ ഭാഗം. ഡിയുടെ വെളിയിലുള്ള ബിയുടെ ഭാഗം. ഇപ്പോൾ ഇതാണല്ലോ ഡി എ. ഇതാണ് ഡി എ. ഡിയുടെ വെളിയിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം. ആക്ച്വലി ഈ ഭാഗം ബിയുടെ ഭാഗമാണ്, എന്നാൽ ഡിയുടെ വെളിയിലാണ്. ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡി. സോറി, ആ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ബി ബൈ ഡി. ഈ ഭാഗമാണ് ബി ബൈ ഡി. ഇതാണ് ബി ബൈ ഡി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബി ബൈ ഡിയുടെ ഇൻവേഴ്സ് ഇമേജ് കാണുക. ബി ബൈ ഡിയുടെ ഇൻവേഴ്സ് ഇമേജ് കണ്ടാൽ അത് ആർക്ക് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബി ബൈ ഡിയുടെ ഇൻവേഴ്സ് ഇമേജ് കണ്ടു കഴിഞ്ഞാൽ അത് എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡിക്ക് ഈക്വൽ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. ഇപ്പോൾ മനസ്സിലാക്കുക, ഇതാണ് ഡി എ, ഇതാണ് ഡി എ. ഡിയുടെ ഇൻവേഴ്സ് ഇമേജ് കാണുന്നു. ഡിയിലെ എലമെൻറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജ്, ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ഡിക്കകത്തുള്ളത് ആരാണ്? ഡിയിലെ എലമെൻറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജസ് ആണ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡിക്കകത്തുള്ളത്. അപ്പോൾ ഇതിന് വെളിയിലുള്ള ഭാഗം, അതായത് ഇത്രയും ഭാഗമാണ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. അപ്പോൾ അതിന് വെളിയിൽ ഉള്ള ഭാഗം, ഇതിന് വെളിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ അതായി കാണിക്കുന്ന ഈ ഭാഗം. ഈ ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം?
ആ ഭാഗത്തെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. അതായത് ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത എയിൽ നിന്നും ആരെ ഒഴിവാക്കി, ഇത്രയും ഭാഗത്തെ ഒഴിവാക്കിയുള്ള ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ ബി ബൈ ഡിയിലെ എലമെൻറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജ് കാണുക. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡി കാണുക. ബി ബൈ ഡിയിലെ എലമെൻറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജ് കണ്ടു കഴിഞ്ഞാൽ ആ ഇൻവേഴ്സ് ഇമേജ് എല്ലാം തന്നെ എവിടെ വരും? എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡിയിൽ വരും. അതായത് എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി പൂർണ്ണമായിട്ടും ആരെ കണ്ടെയ്ൻ ചെയ്യും? ഈ പറയുന്ന ബി ബൈ ഡിയിലെ എലമെൻറ്റുകളെല്ലാം ഇവിടെ വരും, ഇൻവേഴ്സ് ഇമേജ് എല്ലാം. ഇതല്ലേ ബി ബൈ ഡി. ബി ബൈ ഡിയിൽ ഏത് എലമെൻറ്റ് എടുത്താലും ഇവിടെ വരും, ഇൻവേഴ്സ് ഇമേജ് ഇവിടെ വരും. ഇവിടെ മാത്രമേ വരുള്ളൂ, വെളിയോട്ടൊന്നും പോവില്ല. ഇവിടുന്ന് വരുന്ന എലമെൻറ്റ് ഇവിടെ വരും, ഇവിടുന്ന് വരുന്ന എലമെൻറ്റ് ഇവിടെ വരും. ഒരു കാരണവശാലും അത് എവിടെ പോവില്ല? എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡിയുടെ വെളിയിൽ പോവില്ല. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ ബി ബൈ ഡിയിലെ എലമെൻറ്റ് ഇങ്ങോട്ട് കയറില്ല. ഇങ്ങോട്ട് കയറുക എന്ന് പറഞ്ഞാൽ എവിടെ കയറുക? എഫ് ഇൻവേഴ്സ് ഓഫ് ഡിക്കകത്ത് കയറും. എഫ് ഇൻവേഴ്സ് ഓഫ് ഡിക്കകത്ത് കയറില്ല, അത് എവിടെയായിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് ഡിയുടെ വെളിയിലായിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡി എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ്? എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എ ബൈ എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്, അതിൽ നിന്ന് ഒഴിവാക്കുക അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, വാട്ട് ഈസ് എ മൈനസ് ബി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എ മൈനസ് ബി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എയിൽ നിന്നും ബി എ ഒഴിവാക്കുക. അതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. എ മൈനസ് ബി എന്നുള്ള ആ ഒരേ മീനിങ് തന്നെയാണ് ഇവിടെ ബൈ എന്ന് പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫിലേക്ക് നമുക്ക് വരാം. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡി ഇസ് ഈക്വൽ ടു എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമാണ് ചെയ്യുന്നത്, എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡിയിലെ ഒരു ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്തു. ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡിയിലെ ഒരു എലമെൻ്റാണ് എക്സ് എന്നെടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ഈ പിക്ചർ ഒന്ന് റീഡ്രോ ചെയ്യാം. ഇത് മനസ്സിലാകത്തക്ക രീതിയിൽ, കുറേ കൂടെ വ്യക്തമാകത്തക്ക രീതിയിൽ ഒന്ന് റീഡ്രോ ചെയ്യാം. സോ എഫ് ഇസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി. ഇപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് ഇതാണ് ഡി എന്ന് പറഞ്ഞു. ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ബി ബൈ ഡി. ഇതാണ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. ഇത് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി ആണ്. ഈ ഭാഗത്തെ വിളിക്കുന്നത് എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി ആണ്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡിയിലെ ഒരു എലമെൻ്റാണ് എക്സ് എന്നെടുത്തു. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡി. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇതാണ്, ഈ ഭാഗമാണല്ലോ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡി. ഈ ഭാഗം അവിടുത്തെ ഒരു എലമെൻ്റാണ് ആരെന്നെടുത്തിരിക്കുന്നത്? എക്സ് എന്നെടുത്ത്. അവിടെ ബി ബൈ ഡിയുടെ ഇൻവേഴ്സ് ഇമേജിൽ വരുന്ന എലമെൻ്റാണ് എക്സ്. അതായത് ഞാനിപ്പോൾ ചെയ്യുന്നത് ബി ബൈ ഡി എടുക്കുന്നു. ബി ബൈ ഡിയിലുള്ള എലമെൻറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജ്, ആ ഇൻവേഴ്സ് ഇമേജിൽ വരുന്ന ഒരു എലമെൻ്റാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് വരുന്നത് എവിടെയാണ്? ബി ബൈ ഡിയുടെ ബി ബൈ ഡിയിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് ഇമേജായിട്ടായിരിക്കും ആര് വരുന്നത്? എക്സ് വരുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആ എക്സിൻ്റെ ഇമേജ് എടുത്താൽ എവിടെ വരും? ബി ബൈ ഡിയിൽ വരും അല്ലേ? അതായത് ബി ബൈ ഡിയിലെ ഒരു എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് ഇമേജാണ് എക്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആ എക്സിൻ്റെ ഇമേജ് ഇതായിരിക്കുമല്ലോ. ആ എലമെൻറ്റ് എവിടെയാണ് വരുന്നത്? ബി ബൈ ഡിയിലാണ് വരുന്നത്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡി വിച്ച് മീൻസ് എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ബി ബൈ ഡി. അപ്പം എഫ് ഓഫ് എക്സ് ബി ബൈ ഡിയിലുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇവിടെ പറയാം, ബി ബൈ ഡി എന്ന് പറഞ്ഞ അർത്ഥം എന്ത് തന്നെയാണ്? ബി മൈനസ് ഡി എന്ന് തന്നെയാണ്. അതായത് ബിയിലുണ്ട് എന്നാൽ എവിടെയില്ല? ബിയിൽ നിന്നും ഡിയെ ഒഴിവാക്കി. ബിയിലുണ്ട് എന്നാൽ ഡിയിലില്ല, ആ ഒരു ഭാഗമാണ്. അതായത് ബിയിൽ നിന്നും ഡിയെ ഒഴിവാക്കി കിട്ടിയ ഭാഗമാണ് ബി ബൈ ഡി. അപ്പോൾ എഫ് ഓഫ് എക്സ് ബി ബൈ ഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താ? എഫ് ഓഫ് എക്സ് ബിയിലുണ്ട് എന്നാൽ ഒരു കാരണവശാലും എവിടെയില്ല? ഡിയിലില്ല. അതായത് ഇരിക്കുന്നത് എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ബി ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് എലമെൻറ്റ് ഓഫ് ഡി. ഇനി എഫ് ഓഫ് എക്സ് ബിയിലുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എക്സ് എവിടെ ഉണ്ടാകും? ഇമേജ് ബിയിലുണ്ടെങ്കിൽ എക്സ് ബിയുടെ ഇൻവേഴ്സ് ഇമേജിൽ ഉണ്ടാകും. അതായത് എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി ആയിരിക്കും. അതേപോലെ എഫ് ഓഫ് എക്സ് ഡിയിലില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എക്സ് നോട്ട് എലമെൻറ്റ് ഓഫ് ഇൻവേഴ്സ് ഇമേജ് ഓഫ് ഡി. ദാറ്റ് ഈസ് എക്സ് നോട്ട് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. അപ്പോൾ അതിനർത്ഥം
എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് ബിയിലുണ്ട്, എന്നാൽ എവിടെയില്ല, എഫ് ഇൻവേഴ്സ് ഓഫ് ഡിയിലില്ല. ഇനി എഫ് ഇൻവേഴ്സ് ഓഫ് ബിയിലുള്ള എല്ലാ എലമെൻറ്റുകളും എവിടെയുണ്ട്, എയിലുണ്ട് അല്ലേ. എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറഞ്ഞ അർത്ഥം എന്താ, ബിയുടെ എലമെൻറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജ് ആണ്. ബിയുടെ എലമെൻറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജ് എല്ലാം തന്നെ ബിക്കകത്തുള്ള എലമെൻറ്റുകളുടെ എല്ലാം ഇൻവേഴ്സ് ഇമേജ് എന്ന് പറയുന്നത് ശരിക്കും എവിടെ തന്നെ വരുന്നതാണ്, എയിൽ തന്നെ വരുന്നതാണ് അല്ലേ. അതാ പറഞ്ഞിരിക്കുന്നത് എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറഞ്ഞ അർത്ഥം എക്സ് എവിടെ തന്നെ ഉള്ളതാണ്, എയിൽ തന്നെ ഉള്ളതാണ്. ദാറ്റ് ഈസ് എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് നോട്ട് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി. അപ്പോൾ എക്സ് എയിലുണ്ട്, എഫ് ഇൻവേഴ്സ് ഓഫ് ബിയിലില്ല. അപ്പം എയിലുണ്ട്, ബിയിലില്ലെങ്കിൽ നമ്മൾ പറയും എ ബൈ ബിയിലുണ്ടെന്ന് പറയും അല്ലേ. എ ബൈ ബിയിലുണ്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താ, എയിലുണ്ട്, ബിയിലില്ല. അപ്പോൾ ഇവിടെ എയിലുണ്ട്, എഫ് ഇൻവേഴ്സ് ഓഫ് ഡിയിൽ ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം അത് എക്സ് എവിടെയുണ്ട്, എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡിയിലുണ്ട്. ദാറ്റ് ഈസ് എക്സ് എലമെൻറ്റ് ഓഫ് എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. സോ വാട്ട്സ് ദ കൺക്ലൂഷൻ? നമ്മൾ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡിയിൽ ഉണ്ടെന്ന് എടുത്തു, ഇപ്പോൾ അത് എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡിയിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. വിച്ച് മീൻസ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡി ഇസ് എ സബ്സെറ്റ് ഓഫ് എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. ദാറ്റ് ഈസ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എന്നവിടെ കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് ഇക്വേഷൻ 2 കാണാവുന്നതാണ്. ഇക്വേഷൻ 2 കാണാനായിട്ടുള്ള മാർഗം എന്താ, ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് സെക്കൻഡ് പാർട്ട്, ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. അപ്പോൾ എക്സ് എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡിയിലുണ്ടെന്ന് എടുക്കുക. അതായത് എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി എന്ന് പറഞ്ഞ ഭാഗം ഇതാണ്. ഇവിടെയാണ് എക്സ് ഉള്ളത് വിചാരിക്കുക. അപ്പോൾ ഇനി എത്രയാണ് ചെയ്തേക്കുന്നത്, എക്സ് എലമെൻറ്റ് ഓഫ് എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡിയിലെ എലമെൻ്റ് ആണ് എക്സ് എന്ന് വിചാരിക്കുക. അതാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ്. എക്സ് എലമെൻറ്റ് ഓഫ് എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി എന്ന് പറഞ്ഞ അർത്ഥം എന്താ, അത് ആ എക്സ് എയിലുണ്ട്, എന്നാൽ എവിടെയില്ല, എഫ് ഇൻവേഴ്സ് ഓഫ് ഡിയിലില്ല. അതാണ് അതിൻ്റെ മീനിങ്. എക്സ് എലമെൻറ്റ് ഓഫ് എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി എന്ന് പറഞ്ഞ അർത്ഥം എന്താ, എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് നോട്ട് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. ഇനി എക്സ് എയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഫ് ഓഫ് എക്സിൻ്റെ ഇമേജ് എവിടെ ഉണ്ടാവും അല്ലേ. എയിലുള്ള എലമെൻറ്റുകളുടെ എല്ലാ ഇമേജ് എവിടെ പോകും, ബിയിൽ പോകും. അപ്പോൾ എക്സ് എലമെൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ലൈനിൽ എന്ന് പറയാം, എഫ് ഓഫ് എക്സ് തീർച്ചയായിട്ടും ബിയിലുണ്ടായിരിക്കും. എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ബി ആൻഡ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡിയിൽ എക്സ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എഫ് ഓഫ് എക്സ് എവിടെയില്ല, ഡിയിലും ഇല്ല അല്ലേ. എക്സ് നോട്ട് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി ആണെങ്കിൽ എക്സ് ഇതിനകത്തില്ലെങ്കിൽ തിരിച്ചെന്ത് പറയാം, രണ്ട് സൈഡിൽ എഫ് കൊടുത്താൽ എഫ് ഓഫ് എക്സ് നോട്ട് എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി ആണ് നമ്മൾ ഡി ആയിട്ട് മാറുന്നത്. സോ എഫ് ഓഫ് എക്സ് നോട്ട് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് എലമെൻറ്റ് ഓഫ് ഡി എന്ന് വരും. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ പ്രത്യേകത എന്താ, എഫ് ഓഫ് എക്സ് ബിയിലുണ്ട് എന്നാൽ ഡിയിലില്ല. ബിയിലുണ്ട് ഡിയിലില്ല എന്നുള്ളതിനെ എങ്ങനെ വിളിക്കാം, എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ബി ബൈ ഡി എന്ന് വിളിക്കാം. അപ്പോൾ ഇമേജ് ബി ബൈ ഡിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എലമെൻറ്റ് എവിടെ വരും, എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡിയിൽ വരും. സോ ഇമേജ് ബി ബൈ ഡിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്, എലമെൻറ്റ് ബി ബൈ ഡിയുടെ ഇൻവേഴ്സ് ഇമേജിൽ വരും. വിച്ച് ഇംപ്ലൈസ് എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡി. ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് എന്തായിരുന്നു, എക്സ് എലമെൻറ്റ് ഓഫ് എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി എന്ന് തുടങ്ങി. ഇപ്പോൾ എന്ത് കിട്ടി, എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡി എന്ന് കിട്ടി. സോ വാട്ട് ഇസ് ദ കൺക്ലൂഷൻ, എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡിയിലുള്ള എല്ലാ എലമെൻറ്റുകളും എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡിയിലുണ്ട്. വിച്ച് മീൻസ് എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡി. ദാറ്റ് ഈസ് ഇക്വേഷൻ 2. അപ്പോൾ ഇത്തരത്തിൽ ഈ 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്താൽ എന്താ കിട്ടുന്ന ആൻസർ, എഫ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ ഡി ഇസ് ഈക്വൽ ടു എ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. ഇതാണ് ആ തിയറത്തിൻ്റെ കംപ്ലീറ്റ് പ്രൂഫ്. സോ റിപ്പീറ്റഡായിട്ട് എഴുതി പഠിക്കേണ്ടതായിട്ട് വരും. ഐഡിയാസ് മാറി മറിഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ എക്സ്ട്രാ ബോർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ബോർഡ് എടുത്തിട്ട് എക്സ്ട്രാ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആ വീഡിയോ പോസ് ചെയ്ത് നിങ്ങളുടെ ബുക്കിലേക്കോ ബുക്കിൻ്റെ സൈഡിലേക്കോ മറ്റോ എഴുതി വെക്കുകയാണെങ്കിൽ അത് കുറേ കൂടെ ഓർക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എക്സ്ട്രാ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതാണ് നമ്മൾ ആ തിയറത്തിൻ്റെ ഉള്ളത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു തിയറം കൂടെയാണ് ഉള്ളത്. അത് അടുത്ത വീഡിയോയിൽ ആ തിയറം നമുക്ക് എടുക്കാം. അടുത്ത വീഡിയോയിലാണ് ആ തിയറം വരുന്നത്. ഓക്കെ, താങ്ക് യു.